നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വെച്ച് ഒരു വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട വാർത്ത പുറത്തു വന്നത്. സംഗതി തമിഴ്നാട്ടിലായതുകൊണ്ടും ഉത്തരേന്ത്യയിലല്ലാത്തതുകൊണ്ടും വലിയ കോലാഹലങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഉത്തരേന്ത്യയിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഓടിയെത്തിയനെ, റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചേനെ. കേരളത്തിലടക്കം സാംസ്കാരിക നായകന്മാരുടെ വലിയ ബഹളമായിരുന്നേനെ. മെഴുകുതിരി പ്രകടനങ്ങളും കവിത എഴുത്തുമൊക്കെ ധാരാളമായി കണ്ടേനെ. പക്ഷേ ഇത് തമിഴ്നാട്ടിലായതുകൊണ്ടും അവിടെ ഭരിക്കുന്നത് DMK ആയതുകൊണ്ടും വലിയ ആളനക്കമൊന്നും ഇപ്പോൾ കാണുന്നില്ല. നഷ്ടം ആ പെൺകുട്ടിക്ക് മാത്രമാണ്. ഇനി ഈ പ്രതി കൂടി രാഷ്ട്രീയ സ്വാധീനം വെച്ച് രക്ഷപ്പെടാതിരുന്നാൽ ഭാഗ്യം. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് BJP ഇന്ന് ചില തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ തെളിവുകൾ DMKയുടെ യുവരാജാവ് ഉദയനിധി സ്റ്റാലിനെ കുടുക്കുന്നതാണ്. ഉദയനിധി സ്റ്റാലിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞ് വിവാദമായ താരമാണ്. അതായത് ഈ പറയുന്ന സനാതനധർമ്മം എന്നത് മലേറിയ പോലെ, ഡെങ്കു പോലെയുള്ള ഒരു സാധനമാണ്, അതിനെ ഉന്മൂലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് രാജ്യമൊട്ടുക്കും വൈറലായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിൻ. ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ സിനിമാ നടനായിരുന്നു, പിന്നീട് മന്ത്രിയായിരുന്നു. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് മാത്രം അദ്ദേഹം ഉപമുഖ്യമന്ത്രിയുമാണ്. ഉദയനിധി സ്റ്റാലിനുമായി ചേർന്ന് ഈ പ്രതി നിൽക്കുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരുമൊക്കെ ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. ആ സെൽഫി എടുക്കുന്നത് ആരാണെന്നോ അല്ലെങ്കിൽ ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നൊന്നും ആ സമയത്ത് അന്വേഷിക്കാൻ സെലിബ്രിറ്റികൾക്കോ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കാറില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ചിത്രമല്ല ഇത്. ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്ത ഒരു ചിത്രമല്ല ഇത്. കാരണം ഉദയനിധി സ്റ്റാലിന് അവനോട് അടുത്തിടപഴകുന്ന, സന്തത സഹചാരിയായി നടക്കുന്ന, അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ 37-കാരനായ ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇയാളെ അതിക്രൂരമായ ബലാത്സംഗമാണ് ഇയാൾ പെൺകുട്ടിക്ക് നേരെ നടത്തിയത്. അതായത് ആ പെൺകുട്ടിയും സുഹൃത്തും ക്യാമ്പസിനുള്ളിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവിടേക്ക് വന്ന പ്രതി സുഹൃത്തിനെ അടിച്ച് അല്ലെങ്കിൽ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കുന്നു. അയാളെ അവിടെ നിന്ന് ഓടിക്കുന്നു. അതിനുശേഷം പെൺകുട്ടിയെ വലിച്ചിഴച്ച് ആരുമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ബലാത്സംഗം ചെയ്യുന്നു. ഇയാൾ ക്യാമ്പസിന് തൊട്ടടുത്ത് തന്നെ ബിരിയാണി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഉടൻ തന്നെ അറസ്റ്റിലാകുന്നു. അറസ്റ്റിലായതിനു ശേഷം BJP അധ്യക്ഷൻ അണ്ണാമലൈ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രം തമിഴ്നാട്ടിനെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്നതാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ യുവരാജാവ് എന്നറിയപ്പെടുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ അടുത്ത കൂട്ടുകാരനാണോ ഈ പ്രതി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ ഉയർത്തുന്നത്. രാഷ്ട്രീയ സ്വാധീനം കാരണം ഈ കൊടും പാതകത്തിൽ നിന്നും ശിക്ഷ കിട്ടാതെ അയാൾ നിയമത്തിൻ്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമോ എന്ന സംശയമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ജനതയ്ക്കുള്ളത്. മാത്രമല്ല, ഇയാൾക്ക് സമാനമായ കേസുകളിൽ നേരത്തെ തന്നെ ഇയാൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഇങ്ങനെയുള്ള കേസുകളിൽ ഇയാൾ നേരത്തെ തന്നെ പ്രതിയാണ്. കൃത്യമായ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അന്നൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ കേസുകളിൽ നിന്നെല്ലാം ഊരിപ്പോവുകയായിരുന്നു. എപ്പോഴും DMK നേതാക്കളുടെ, പ്രത്യേകിച്ചും ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിൻ്റെ സന്തത സഹചാരിയായി നടക്കുന്നയാളാണ്. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കേസിൽ ആവശ്യമാണ്. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമാണ്. ഇരയ്ക്ക് നീതി കിട്ടണമെങ്കിൽ തീർച്ചയായും തമിഴ്നാട് ജനത വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തേണ്ടി വരും. ഇല്ല എങ്കിൽ വൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ പ്രതി രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാണ് ഇന്ന് പുറത്തുവിട്ട ഈ ചിത്രങ്ങൾ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.